നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ ഓരോ ദിവസവും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സത്യത്തിൽ ഇന്ത്യൻ ഫുട്ബോളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിച്ച് ലീഗ് എങ്ങനെ സുഗമമായി നടത്തണമെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ 3 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം ദെബാസിസ് സെന്നിനെ പോലുള്ള മാധ്യമപ്രവർത്തകർ കമ്മിറ്റി ISL ക്ലബ്ബുകളുമായി ചർച്ച നടത്താതെ ISLന് വേണ്ടിയുള്ള പ്രപ്പോസൽ തയ്യാറാക്കി ISL നടത്താൻ സാധ്യതയുണ്ട് എന്നും അങ്ങനെ സംഭവിച്ചാൽ ക്ലബ്ബുകൾ പുതിയ സീസൺ ബഹിഷ്കരിച്ചേക്കുമെന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ സയൻ മുഖർജിയെ പോലുള്ള മാധ്യമപ്രവർത്തകർ കമ്മിറ്റി മെമ്പേഴ്സ് ISL ക്ലബ്ബുകളുമായി ഡിസംബർ 22 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ ചർച്ചകളിൽ ഏർപ്പെട്ടതിന് ശേഷം ജനുവരി 2, 2026 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോഴേക്കും നേരത്തെ ദേബാസിസ് സെൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തള്ളിക്കളയേണ്ടി വരും. അതേസമയം ബംഗാളി പത്രമായ സംബാദ് പ്രതിദിൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പുതിയ കമ്മിറ്റി ISLന്റെ കാര്യത്തിൽ നടത്തിയിരിക്കുന്ന റെക്കമെൻഡേഷൻസ് ISL ജനുവരി 3-ാമത്തെ ആഴ്ച സ്റ്റാർട്ട് ചെയ്യാനും ടീമുകളെ 2 ഗ്രൂപ്പുകളായി തിരിച്ച് ഒരു ഗ്രൂപ്പ് ബംഗാളിലും മറ്റൊരു ഗ്രൂപ്പ് ഗോവയിലും റൗണ്ട് റോബിൻ ഫോർമാറ്റിൽ മത്സരങ്ങൾ നടത്താനും മുന്നിലെത്തുന്ന ടീമുകളെ അടുത്ത റൗണ്ടിലേക്ക് പോകാൻ അനുവദിക്കുകയും പിന്നീടും റൗണ്ട് റോബിൻ ഫോർമാറ്റിൽ മത്സരങ്ങൾ നടത്തുകയും ചെയ്യുക എന്നതാണ്. അതായത് ഓരോ റൗണ്ട് കഴിയുമ്പോഴും ടീമുകൾ എലിമിനേറ്റ് ചെയ്യപ്പെടും. ടോപ്പ് 6 ആണെങ്കിൽ നോക്കൗട്ട്, പിന്നീട് സെമി ഫൈനൽ, ടോപ്പ് 4 ആണെങ്കിൽ സെമി ഫൈനൽ, പിന്നീട് ഫൈനൽ, അങ്ങനെയൊക്കെ ആയിരിക്കണം. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ അപ്ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ പുതിയ ദിവസത്തെ അപ്ഡേറ്റിന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ISL ഫെബ്രുവരി 1 സ്റ്റാർട്ട് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ജനുവരി 3-ാമത്തെ ആഴ്ചയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം.